ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ചിപ്പ് എന്താണെന്നാണ്. ചിപ്പ് എന്ന് പറയുമ്പോൾ പൊതുവേ ഈ ഒരു ഫീച്ചർ അങ്ങനെ കണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് ആ ഒരു ചിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ചിപ്പ് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഒരു കിവി MDയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഈ ചിപ്പ് പൊതുവേ ഞാൻ കണ്ടിരിക്കുന്നത് ടാഗ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പിൽ നമുക്ക് ഇതേപോലത്തെ ചിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് നോക്കാം ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആ ഒരു MDChip ഞാൻ പറഞ്ഞു, അതിൻ്റെ പേരെന്ന് പറയുന്നത് MDChip. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആ ഒരു ചിപ്പ് ഇമ്പോർട്ട് ചെയ്യുക. അതിൻ്റെ മുമ്പ് നിങ്ങൾക്കിത് ഈ കോഡ് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഓൾറെഡി ആയിട്ട് ഈ ഒരു കോഡ്, അതായത് നമ്മുടെ ഈ കോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിൽഡറും ആപ്പും അതുപോലെ തന്നെ ഈ ഒരു ഫംഗ്ഷനും, ഈ ബിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനും ടെംപ്ലേറ്റ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും എല്ലാ വീഡിയോയിലും വേണം, കാരണം ആ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു MDChip ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു MDChipന് 2-3 ആട്രിബ്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉണ്ട്. അത് നമ്മൾ ആദ്യത്തേതെന്ന് പറയുന്നത് ടെക്സ്റ്റാണ്. ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വേണ്ട ടെക്സ്റ്റാണ്, അതായത് ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ട ടെക്സ്റ്റാണ്. ഞാനിവിടെ ന്യൂ ടാബ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തുകൊണ്ടാണ് എനിക്ക് ന്യൂ ടാബ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഐക്കൺ എനിക്ക് കൊടുക്കാൻ സാധിക്കും. ആ ഒരു ഐക്കൺ റൈറ്റ് സൈഡിലായിരിക്കും വരിക. നിങ്ങൾക്കത് എന്ത് വേണം കൊടുക്കാം, യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ എന്ത് വേണം കൊടുക്കാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്ന ഈ മെയിനായിട്ടുള്ള 2 ആട്രിബ്യൂട്ടാണ് ഇത്. ഒന്നെന്ന് പറയുന്നത് സെലക്ട് കളറാണ്. ഈ ഒരു സെലക്ട് കളർ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാനത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ സപ്പോസ് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നിങ്ങൾ താഴെ നോക്കുക, അതായത് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. പക്ഷേ എനിക്ക് രണ്ടാമത്, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാറേണ്ട കളറിനെയാണ് നമ്മൾ സെലക്റ്റഡ് ചിപ്പ് കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ആട്രിബ്യൂട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മാറ്റാൻ സാധിക്കും. ഇതിലേക്ക് വേണമെങ്കിൽ മാറ്റാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് യെല്ലോ ആയതുകൊണ്ടാണ് എനിക്കിവിടെ യെല്ലോ കളർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സെലക്ട് ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺ റിലീസാണ്. ഇതെല്ലാവർക്കും അറിയാം, കാരണം എല്ലാത്തിലും പൊതുവെ എല്ലാ വിഡ്ജറ്റിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇവൻറ്റ് കോളിംഗ് മെത്തേഡാണ് ഈ ഒരു ഓൺ റിലീസ് എന്ന് പറയുന്നത്. എല്ലാത്തിലും പൊതുവെ എല്ലാത്തിലും വിളിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൺ റിലീസാണ്. അതിൽ നമ്മൾ ആകെ ഈ ഒരു കോൾ മാത്രമേ വിളിക്കുന്നുള്ളൂ. ആ കോളിൽ ഒരു സെൽഫും കൊടുക്കുന്നുണ്ട്. ഇത്ര കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സെൽഫിനകത്ത് ഇതിൻ്റെ അകത്ത്, അതായത് ഏത് ചിപ്പാണ് ക്ലിക്ക് ചെയ്യുന്നത് ആ ചിപ്പിൻ്റെ ടെക്സ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോൾ, അതായത് ഈ ഒരു കോൾ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് നമ്മളിവിടെ വിളിക്കുന്നു. താഴെ ആ ഒരു കോൾ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വിളിക്കുന്നു. ആ ഒരു മെത്തേഡിൽ ഒരു ആർഗ്യുമെൻ്റ് കൂടി, അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ കൂടി നമ്മൾ പാസ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് ആണ്. ഈ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് ചിപ്പാണ് ക്ലിക്ക് ചെയ്യുന്നത് ആ ചിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഇൻസ്റ്റൻസിൽ വരുന്നത്. ഞാനിത് ഒന്നുകൂടി പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ചിപ്പ്, പല രീതിയിലുള്ള കുറേ ചിപ്പ് നമുക്ക് ഇവിടെ വെക്കാൻ സാധിക്കും. ഇങ്ങനെ കുറേ ചിപ്പ് വെക്കുകയാണെങ്കിൽ ഏത് ചിപ്പാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത് ആ ഒരു ചിപ്പ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ കാണാൻ സാധിക്കും ഒരു പുതിയൊരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. കാരണം ഞാനിവിടെ ആ ഒരു ചിപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചിപ്പിൻ്റെ ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പ്രിൻ്റ് ചെയ്തിട്ട് വരും. ഇനി വരില്ല, കാരണം ഓൾറെഡി ആയിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. വരുമല്ലോ, ഒന്നുകൂടി വരും. കാരണം ഈ ഒരു കളർ മാത്രമേ നിൽക്കുന്നുള്ളൂ, കളറും പോകില്ല. പക്ഷെ ഞാൻ എപ്പോഴൊക്കെ അത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോഴൊക്കെ എനിക്കിവിടെ ആ ഒരു സംഭവം ഇവിടെ ആഡായിട്ട് കാണാൻ സാധിക്കും പ്രിൻ്റ് ചെയ്തിട്ട്. ഇതാണ് ചിപ്പ് എന്ന് പറയുന്നത്.